I'm never getting past you. All day, I'll stay. You and me a beautiful disaster. Always fighting till we go insane. Fuck all night until we don't feel pain. All day, I'll stay. You and me a beautiful. Okay guys, സോറി, ചെറിയ ജലദോഷമൊക്കെ പിടിച്ച് ശബ്ദമൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മുടെ വീഡിയോ ഏകദേശം ഇവിടെ വരെ എത്തി. ഇനി നിങ്ങൾ കണ്ട പോലെ ചേട്ടൻ്റെ കല്യാണ വീഡിയോ ആണ്. എന്താ പറയുക, അന്ന് കുറേ ക്ലിപ്സൊന്നും എടുക്കുക, കുറേ സംഭവങ്ങൾ നടന്നെങ്കിലും ക്ലിപ്സൊന്നും കിട്ടിയില്ല. എടുക്കാൻ പറ്റിയില്ല. ഒന്നാമത്തെ കാര്യം, അന്ന് എന്താ പറയുക, അന്ന് മൊത്തത്തിലൊരു ഫുൾ ബിസി ഡേ ആയിരുന്നെങ്കിലും എൻ്റെ കയ്യിൽ ഫോണിൻ്റെ അവൈലബിലിറ്റി ഇല്ലായിരുന്നു. ഫോണുകളൊക്കെ പല വഴിക്കായിരുന്നു. പിന്നെ അവൻ്റെ ഫോണിലെടുക്കാമെന്ന് വെച്ചാൽ അവൻ്റെ ഫോൺ 24 hours, എനിക്ക് തോന്നുന്നു 24 hours എന്നാലും അവന് കുറേ കോള് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇതിനകത്ത് നടന്നില്ല. സോ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു അന്ന്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു കൊല്ലമൊക്കെ ഉണ്ടായി ഞാൻ ആ വീഡിയോ എടുത്തു വെച്ചിട്ട്. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം, അവരുടെ ആനിവേഴ്സറി ആയി. അപ്പോൾ എനിക്കിന്നു ഇത് ആനിവേഴ്സറിക്കൊന്നും വരില്ല എന്തായാലും. ആനിവേഴ്സറി കഴിഞ്ഞു ഐ തിങ്ക്. അപ്പോൾ ഹാപ്പി ആനിവേഴ്സറി. സോ ഞാൻ ആലോചിക്കും, ഒരു കൊല്ലം പോയൊരു പോക്കെ, ബ്രോ ഒരു കൊല്ലം പോയത് ആരും അറിഞ്ഞില്ല, എല്ലാം പെട്ടെന്നായിരുന്നു. ഇറ്റ്സ് ബിൻ 1 year now. എനിവേ ഗൈസ്, അപ്പോൾ ഇനി ഞങ്ങൾ അടുത്തത് കാണാൻ പോകുന്നത് ഞാൻ സ്റ്റോറി പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. കാരണം അല്ലെങ്കിൽ ഇതെന്താ സംഭവം മനസ്സിലാവുമല്ലോ. അപ്പോൾ അടുത്തത് ഇനി കാണാൻ പോകുന്നത് നമ്മുടെ ഹൈസ്കൂളിലെ കുറച്ച് ക്യാമിയോസിനെയാണ്. ഹൈസ്കൂളിൽ വന്ന കുറച്ച് ക്യാമിയോ റോൾസ്. കാരണം അവരെ കണ്ടിട്ട് ഒരുപാട് ആളെ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല ആരൊക്കെ വരുന്നുണ്ടെന്ന്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടു. അപ്പോഴത്തേക്ക് ഞാൻ ബാക്കി എടുത്തിട്ടെ. സുഖം തന്നെ. എല്ലാം തെങ്ങിലേക്ക് നോക്കുന്നുണ്ടോ? ഈ മുതലിനെ കണ്ടു കിട്ടി. ഇവനെ വെള്ളം തല്ലി അവസ്ഥയില് ആരുടെ അവസ്ഥയിലെത്തിയെന്ന് പറ. ഇവൻ്റെ ഏതോ ഹോസ്റ്റലിലൊക്കെ എത്തിയത്. ഇങ്ങനെ സാധനം ഉണ്ടായിരുന്നു നമുക്ക് പിടിക്കായിരുന്നില്ലേ? പനിയല്ലടാ, ഉറങ്ങാണ്ട് അതൊക്കെയാണ് നമ്മുടെ ഹൈസ്കൂളിലെ കുറേ പേര് വന്നിട്ടില്ല. കാരണം അവർക്ക് ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ അറിയാം. എനിക്ക് കുറേ പേർക്ക് അന്ന് എക്സാം ടൈം എനിക്ക് ഓർമ്മയില്ല, എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഒരുപാട് പേര് വന്നിട്ടില്ല. പക്ഷെ അവിടെ ഉള്ളവരൊക്കെ ഉണ്ട്, കുറേ പേർക്ക് വരാൻ പറ്റാത്തവരുണ്ട്. സോ ദാറ്റ് വാസ് ഫൺ. കുറേ ക്ലിപ്സ്, ഇനിയിപ്പോൾ ഡാൻസ് കളിക്കുന്നതിൻ്റെ, പിന്നെ അവിടെ DJ വാട്ടർ ഡ്രമ്മിൻ്റെ ഒക്കെ ആയിരുന്നു പിന്നെ ക്ലിപ്സ് നമ്മുടെ ഉള്ളത്. പക്ഷേ അത് കുറേ കോപ്പിറൈറ്റ് സോങ്സ് ആയതുകൊണ്ടും വി കാൻ പുട്ട് ദാറ്റ്. സോ അതൊക്കെയായിരുന്നു നമ്മുടെ ഒരു ഹൈസ്കൂൾ റീയൂണിയൻ പോലെ. കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കാണുന്നത്. ആൻഡ് ഇറ്റ് വാസ് സോ ഫൺ. പിന്നെ അവൻ്റെ ഹൈസ്കൂൾ മാത്രമല്ല +2 കുറച്ച് പേരുണ്ടായിരുന്നു, ഐ ഗെസ്. ഐ ഡോണ്ട് റിമെമ്പർ. സോ അതൊക്കെയാണ് ആ വീഡിയോ. ആൻഡ് ഇനി അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങൾ പെണ്ണിനെ കൊണ്ടുവന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് എന്താ പറയുക, കല്യാണ വീഡിയോൻ്റെ ഉള്ളിലുള്ളത് കാണിച്ചു തരാം. ചെക്കനെ കൊണ്ടുവന്ന് ഞങ്ങളൊരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ കണ്ടിട്ട് വാ. അപ്പോൾ അത് കണ്ടിട്ട് വരുമ്പോഴേക്കും ഞാൻ എന്താ പറയുക, ഏകദേശം നമ്മുടെ പരിപാടിയിലെ പിന്നെ ഒരു ബീറോള് സ്കീം അല്ലെങ്കിൽ ബീറോള് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നമുക്ക് അടുത്ത ക്ലിപ്പിൽ കാണാം. അപ്പോൾ ഇത് കഴിഞ്ഞ് നേരെ ആ ക്ലിപ്പിലൂടെ കണ്ടിട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ബാക്കി നമ്മുടെ എൻഡിങ്ങിലേക്ക് വരാം. ഓക്കെ.
next day. Okay, done. മൂത്താളുടെ കല്യാണം ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നത് കുറച്ച് ലേറ്റ് ആയി പോയി. എന്തായാലും ഒരു 30 വയസ്സായിട്ടുള്ളൂ. പിന്നെ 30 വയസ്സിന്റെ ഒരു ഏജ് ഗ്യാപ്പ് ഒന്നും ഞങ്ങൾക്ക് തമ്മിലില്ല. എന്താ പറയാ, മൂത്ത ചേട്ടനാന്ന് ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയില്ല. ഞങ്ങളുടെ ഒപ്പം തന്നെയായിരുന്നു എപ്പോഴും. എല്ലാത്തിനും അടികൂടാനും ഇടികൂടാനാണെങ്കിലും ശരി, ഞങ്ങളുടെ രണ്ടുപേരും മൂത്തായിട്ടുള്ള പാടുമുണ്ട്. എന്തായാലും നീ പെട്ടു, ബാക്കി കൂടെ പെടാൻ റെഡിയല്ലേ? പേര് കാത്തു. ഓ ഗായ്സ്, അപ്പോൾ എങ്ങനെയുണ്ട്? ക്ലിപ്പൊക്കെ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് സംഭവടികളല്ലേ? ഞാനപ്പോൾ ബാക്കി ക്ലിപ്പൂടെ ഒന്ന് അനലൈസ് ചെയ്ത് സെറ്റാക്കി വെച്ചേക്കായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. കാരണം അന്നത്തെ പറഞ്ഞല്ലോ ഓൾറെഡി. പിന്നെ എന്താ പറയുക, എല്ലാവരും ബിസി ആയിരുന്നു. പിന്നെ അമലിന് അങ്ങനെ ഒരുപാട് പ്ലാൻ ചെയ്യാൻ പറ്റില്ല എന്തൊക്കെ നടക്കുന്നതെന്ന്. അവന് ഏകദേശം 2 ദിവസം മുമ്പാണ് വന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ സ്കീമുള്ളത് കൊണ്ടും വി കാൻ പ്ലാൻ ദാറ്റ് മച്ച്. സോ അടുത്ത കല്യാണം ആരുടെയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അടുത്ത കല്യാണങ്ങൾ ഇനി വരുന്നുണ്ട്. സോ നമ്മളതിൽ അടിപൊളി വീഡിയോസ്, ഇയർ സെലിബ്രേറ്റിംഗ് പാർട്ട് 6, 7 അങ്ങനെ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. സോ അതൊക്കെ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ തന്നെ കാരണം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എന്തായാലും എന്താ പറയുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്താ പറയുക, ഓരോ വീഡിയോയും ഭയങ്കര ടൈം എടുത്ത് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. സോ അത് കഴിഞ്ഞ് എന്താ പറയുക, ഏകദേശം എനിക്കൊന്നു ഇത് കഴിഞ്ഞ് ഏകദേശം ഞങ്ങൾ എല്ലാവരും ഒരാഴ്ച എന്തോ അവനോട് നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കോഴിക്കോട് പോയി. പിന്നെ എമിൽ അവൻ്റേതായ തിരക്കുകളിലേക്ക് അവൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ കാണുന്നത്. ഏകദേശം അവൻ പോകുന്നതിന് 4 ദിവസം, അന്ന് അവൻ പോകുന്നതിന് 4 ദിവസം എന്തായാലും വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവൻ്റെ വീട്ടിൽ സെറ്റ് കൂടി. അപ്പോൾ അന്ന് അതിൻ്റെ കുറച്ച് പാക്കിങ്ങും കുറച്ച് എന്താ പറയുക, കല്യാണത്തിന് ശേഷമുള്ള കുറേ ചെറിയ ചർച്ചകളിൽ ഒരുപാടൊന്നുമില്ല, ചെറിയ ക്ലിപ്പായിരിക്കും. അപ്പോൾ അതുകൂടെ കണ്ടിട്ട് വാ, അത് കഴിഞ്ഞ് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഈ സമയ റോഡ് പോവുകയാണ്. വന്നു പോയി, എത്ര പെട്ടെന്നല്ലേ, ഒരാഴ്ച പോലും നിന്നില്ല.
പകരം ഞങ്ങൾ കുറച്ച് വാങ്ങി തന്നു. ഇവിടെ ഭയങ്കര പാക്കിംഗ് ആണ്. എമ്മിലാണ് പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഡ്രസ്സുകൾക്ക് എമ്മിലെ സ്നേഹം കാണുമ്പോഴാണ് എമ്മിലെ പിടിച്ച് രണ്ടൊക്കെ തൊഴിൽ കൊടുക്കുന്നത്. എമ്മില് മറ്റേ സുടികളൊക്കെ മുടക്കുന്നവരെ. അയ്യോ അയ്യോ. ഡിയോൺ പിന്നോന്റെ സീൻ എന്ന് പറഞ്ഞേ മറ്റേ അപ്പൻ്റെ അടുത്ത് പോയി കാണിച്ചേ. അതാ വാട്ടർ ഡ്രം തുടങ്ങിയ സമയത്താണ് അവൻ കയറി മറ്റേ ഡിയോൺ ആരെങ്കിലും പിടിച്ചിട്ട് ആരെങ്കിലും പിടിച്ചാ കാണാൻ അങ്ങനെ ഒറ്റ ഒഴിച്ച എന്താ എടാ ഇവിടെ മൊത്തം വെള്ളമാവുന്നുണ്ട്, ഈ ഒരു മാറ്റ് സംഘം പൊന്നു വെച്ചാൽ ഈ കാട്ടിൽ നിന്ന് ഞാൻ എങ്ങോട്ട് നിർത്തുന്നത് 10 മിനിറ്റ് അവനെ വീട്. അത് പെർസിയ ടീംസൊക്കെ കണ്ട് അതാ റോവിന്റെ ഫോണിൽ കിടപ്പുണ്ട സാധനം തെളിവ് കിടപ്പുണ്ട് വീഴുന്നേ. ഞാൻ ചിരിച്ചു വരിച്ചാണത്. പക്ഷെ ഫണ്ട് നിനക്ക് ഫണ്ട് എടുക്കാൻ പറ്റുമെങ്കിൽ മിനിമലിസ്റ്റിന്റെ നീ വാ. അതല്ല ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞേ. മൊത്തം പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അവിടെ മാമർത്തല്ലേ? നീ അത് അവിടെ നിന്ന് വാങ്ങിയതാ? ആണോ? എടാ അത് കിടില കൊറേ ഷോർട്സ് കിട്ടിയിട്ടുണ്ട്. അടിപൊളി. നമ്മൾ റിച്ചാണ്. അത് വേണ്ടേ? ഓ ഇത് എത്രയുണ്ട് വില? 70-40. ഓ അവന് ഗ്രേവി ബാക്കിയുള്ളവർക്ക് പീസും ആയിരിക്കും. മാനേജർക്ക് ഈ കുപ്പി മാത്രമേ കൊടുക്കാവുള്ളൂ. അത്രയുള്ളൂ. സമ്മതിക്കുന്നു കേട്ടോ. അല്ലാതെ വലിയ 2 കിലോ കൊണ്ട് കൊടുക്കരുത്. എമിലിനും അമ്മയ്ക്കും ഒരേ നിർബന്ധം മീറ്റ് അച്ചാറുകൾ കൊണ്ടുപോകണം. ഒന്ന് എനിക്ക് തോന്നുന്നു ബീഫ് അച്ചാറുണ്ട്, ചിക്കൻ അച്ചാറുണ്ട്, മീനച്ചാർ, മാങ്ങ അച്ചാർ, മാങ്ങ ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ കുറേ അച്ചാറുകൾ. പിന്നെ ഫുള്ള് ബേക്കറി, മറ്റേ പൊടികൾ, മസാല പൊടികൾ, പാത്രങ്ങൾ, ഡ്രസ്സുകൾ, എല്ലാ സാധനമായിട്ട് പെട്ടി പാക്ക് ചെയ്തു. ഞാൻ ആവുന്നേ പറഞ്ഞു അമ്മേ എനിക്ക് ഇന്ന അച്ചാറുകൾ വേണ്ട. എമിലിൽ ഒരേ നിർബന്ധം നീ ചിക്കൻ കൊണ്ടുപോയേ പറ്റുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് കടയിൽ പോയി സാധനമൊക്കെ തൂക്കി ഓക്കെ, പെട്ടിയുടെ വെയിറ്റ് ഓക്കെ, എല്ലാം ഓക്കെ കഴിഞ്ഞിട്ട് എന്താ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറി കാനഡയിലെത്തി കഴിഞ്ഞപ്പോൾ കറക്റ്റ് എന്നെ പിടിച്ചു. അവിടുത്തെ കോപ്സ് എന്നെ പിടിച്ചു, പെട്ടി തുറപ്പിച്ചു, എല്ലാ സാധനവും അവന്മാർ കൊണ്ടേ ഒന്ന് നക്കാൻ പോലും സംഭവിക്കേണ്ട അവന്മാർ ഇത് മൊത്തം വേസ്റ്റ് കൊട്ടയിട്ട് ഇറങ്ങിയ പാടെ ഇവല് ചിക്കൻ അച്ചാർ കഴിച്ചോ? ഓ കഴിച്ച്. അതായിരുന്നു സിറ്റുവേഷൻ. അയ്യോ ഇതൊന്നും നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റും. ആ പെട്ടിയൊക്കെ കുറേ കുത്തി കയറ്റിയിട്ട് ഒരു കാര്യമില്ല ഡേവി. ആകെ എനിക്ക് തന്നത് മീനച്ചാറും മറ്റേ മാങ്ങാച്ചാറും ഉണ്ടോ അത് മാത്രമുണ്ട്. അത് ഇപ്പോഴും ഇരിപ്പുണ്ട്, ഇതുവരെ ചെറുതായിട്ടുള്ള. കഴിഞ്ഞ ഏകദേശം അന്ന് പിറ്റേ ദിവസം രാവിലെ ഞാൻ പോയി. അതായിരുന്നു ലാസ്റ്റ് ഞങ്ങൾ കണ്ടത്. അത് കഴിഞ്ഞ് ഏകദേശം ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കാൻ പോകുന്നത്. ഓക്കെ എനിവേ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. അതുകൂടെ കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. ഓക്കെ, എന്നിട്ട് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ പറയാം. നമുക്ക് പുതിയ വീഡിയോസ് ഇടാം. പുതിയ നമുക്ക് ഇങ്ങനത്തെ ഫൺ വീഡിയോസ്, എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് അങ്ങനെയുള്ളതാണ് ഫോക്കസ് ചെയ്യുന്നത്. വേറെ കുറേ കോണ്ടൻ്റൊക്കെ ചെയ്യണേ. ഇപ്പോൾ അവൻ കാനഡയിലാണ്, ഞാൻ വേറെ സ്ഥലത്താണ്. അപ്പോൾ ദാറ്റ്സ് ഗോയിങ് ടു ബി എ ഹ്യൂജ് പ്രോബ്ലം. എനിവേ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് once again. I hope you guys enjoyed the video. Comment below. Bye.